വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എന്നുള്ളത് റിനൈസൻസ് ആൻഡ് റിസ്റ്റോറേഷൻ ലിറ്ററേച്ചറിലെ ക്ലാരിസ ഓ ദ ഹിസ്റ്ററി ഓഫ് എ യങ് ലേഡി ബൈ സാമുവൽ റിച്ചാർഡ്സൺ എന്ന വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വർക്ക് എന്നുള്ളത് ഒരു ട്രാജിക് എപ്പിസ്റ്റോളറി നോവലാണ്. എബൌട്ട് എ വിർച്വസ് യങ് വുമൺ ക്ലാരിസ. ആ ഒരു സ്ത്രീ എന്നുള്ളത് അവളുടെ ഫാമിലിയിൽ നിന്നും ഫേസ് ചെയ്യുന്നുള്ള പ്രഷർ എന്നുള്ളത് ഒരു മാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കുക എന്നുള്ളത് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു മാനെ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫാമിലീൻ്റെ പ്രഷർ അവൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു മെയിൻറ്റെയിൻ ഹെർ വിർച്വ ആർ ത്വാട്ടഡ് ബൈ ഹെർ ഫാമിലീസ് ഗ്രീഡ് ആൻഡ് സോഷ്യൽ അംബിഷൻസ് ലീഡിങ് ടു എ സീരീസ് ഓഫ് ട്രാജിക് ഇവൻറ്റ്സ്. ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് ഓഫ് ലവ്, കോർഷൻ ആൻഡ് ദ സ്ട്രഗിൾ ഫോർ ഇൻഡിവിജ്വൽ ഏജൻസി വിത്തിൻ ദ കൺഫൈൻസ് ഓഫ് 18th century സൊസൈറ്റി. ഇനി ഈ ഒരു ക്ലാരിസ ഹെല്ലോ എന്നുള്ളത് ഈ ഒരു ക്യാരക്ടർ എന്നുള്ളത് പ്രൊട്ടഗണിസ്റ്റാണ്. എ വിർച്വസ് ആൻഡ് ബ്യൂട്ടിഫുൾ യങ് വുമൺ ഹു ഈസ് പ്രഷർഡ് ഇൻ ടു എ മാരേജ് ഷീ ഡസ് നോട്ട് ഡിസയർ. അവൾക്ക് ആഗ്രഹമില്ലാത്ത ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ പ്രഷർ ചെയ്യുന്നുള്ളത്. റോബർട്ട് ലവലേസ്, എ ചാമിങ് ബട്ട് മനസ്സാക്ഷിയില്ലാത്ത ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാരിസയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവളുടെ ഫാമിലി എന്നുള്ളത്, ക്ലാരിസാസ് ഫാമിലി എന്നുള്ളത് മോട്ടിവേറ്റഡ് ബൈ വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ് എക്സേർട്ട് കൺട്രോൾ ഓവർ ഹെർ ലൈഫ്. അന്ന ഹൊവേ എന്നുള്ളത് ക്ലാരിസാസ് ഫ്രണ്ടാണ്. വിത്ത് വോം ഷീ ഷെയർസ് ഹെർ ലെറ്റേഴ്സ് ആൻഡ് ഇന്നർ മോസ്റ്റ് തോട്ട്സ്. അവളുടെ ലെറ്റേഴ്സും അതുപോലെ തന്നെ ഇന്നർ മോസ്റ്റ് തോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുള്ളത് ഈ ഒരു ഫ്രണ്ടുമായിട്ടാണ്. മിസ്റ്റർ സോൾമസ് ദ വെൽത്തി അൺഅട്രാക്റ്റീവ് മാനാണ്. ഹെർ ഫാമിലി വാണ്ട്സ് ഹെർ ടു മാരി. ഇനി ഒരു പ്ലോട്ട് സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലി പ്രഷർ. ക്ലാരിസാസ് ഫാമിലി എന്നുള്ളത് ഫോഴ്സ് ചെയ്യുന്നുള്ളത് ഹെർ ടു മാരി ദ അൺസ്യൂട്ടബിൾ മിസ്റ്റർ സോംസ് ടു ഇംപ്രൂവ് ദ സോഷ്യൽ സ്റ്റാൻഡിങ്. അവരുടെ സോഷ്യൽ സ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹമായിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അവർ നിർബന്ധിക്കുന്നുള്ളത്. നെക്സ്റ്റ് എന്നുള്ളത് ലവലാസ് ഇനീഷ്യലി കോട്ടിങ് ക്ലാരിസ സിസ്റ്റർ ബിക്കംസ് ഇൻഫാറ്റുവേറ്റഡ് വിത്ത് ഹെർ ആൻഡ് യൂസസ് ഡിസെപ്ഷൻ ടു മാനിപ്പുലേറ്റ് ഹെർ ഇൻ ടു റണ്ണിങ് അവേ വിത്ത് ഹിം. ട്രാജിക് ഡിസെൻഡ്. Lovelace's schemes lead to a series of events including Clarissa's confinement and eventual tragedy. Clarissa's virtue എന്നുള്ളത് despite facing immense hardship, Clarissa മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഹെർ വിർച്യു. അതുപോലെ തന്നെ സീക്കിങ് എ ബെറ്റർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ദ എൻഡ് നോവൽ കൺക്ലൂഡ് ചെയ്യുന്നുള്ളത് വിത്ത് ക്ലാരിസാസ് ഡെത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ദ ട്രാജിക് കോൺസിക്വൻസസ് ഓഫ് സൊസൈറ്റിയിൽ പ്രഷേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ സ്ട്രഗിൾസ്. ഈ ഒരു ട്രാജിക് കോൺസിക്വൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് എന്തൊക്കെയാണ്, സോഷ്യൽ പ്രഷറും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്ട്രഗിൾസൊക്കെയാണ് ഈ ഒരു ട്രാജിക് കോൺസിക്വൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. എനിക്ക് ഈ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഏജൻസി അതുപോലെ തന്നെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ക്ലാരിസാസ് സ്ട്രഗിൾ എന്നുള്ളത് ടു അസേർട്ട് ഹെർ ഓട്ടോണോമി അഗെയിൻസ്റ്റ് ദ കൺസ്ട്രെയിൻസ് ഓഫ് ഹെർ ഫാമിലി. അവകാശം എന്നുള്ളത് എന്തിനെതിരാണ്, അവരുടെ ഫാമിലിയുടെ കൺസ്ട്രെയിൻസിനെതിരാണ്. ആൻഡ് സൊസൈറ്റി ഈസ് എ സെൻട്രൽ തീം. ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ലവ്, മാനിപ്പുലേഷൻ ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് റൊമാൻറ്റിക് എൻടാങ്കിൾമെൻറ്റ് മീൻസ് കുരുക്ക്. വിർച്യു ആൻഡ് വൈസ്. ക്ലാരിസാസ് വിർച്യു ഈസ് കോൺസ്റ്റൻ്റ്ലി ടെസ്റ്റഡ് ആൻഡ് ലോലേസസ് vices are revealed through his actions. പവർ ഓഫ് വേർഡ്സ് എന്നുള്ളത് ദ എപ്പിസ്റ്റോളറി ഫോർമാറ്റ് അലോ ചെയ്യുന്നുണ്ട് ക്ലാരിസ ടു എക്സ്പ്രസ് ഹെർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. റിവീൽ ചെയ്യുന്നുണ്ട് ഹെർ ഇന്നർ ടർമോയിൽ ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്. ഈ ഒരു നോവൽ എന്നുള്ളത് സാമുവൽ റിച്ചാർഡ്സൻ്റെ മാസ്റ്റർ പീസ് വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ കോൺസേൺസ് ആൻഡ് ദ ഡിമാൻഡ്സ് ഓഫ് സോഷ്യൽ നോംസ്. ഈ ഒരു നോവൽ ചിത്രീകരിക്കുന്നുണ്ട് ദ പവർ ഇംബാലൻസസ് വിത്തിൻ ദ ഫാമിലി ആൻഡ് ബിറ്റ്വീൻ ദ ജെൻഡേഴ്സ്. ക്ലാരിസാസ് lack of agency is recurring theme as she is subjected to her family's control and Lovelace's manipulation. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.